And although he's not in her. Hi everyone, welcome to Stardust Academy. ഞാൻ റോഷ്ന. നമുക്കിന്ന് സെക്കൻഡ് മൊഡ്യൂളാണ് പഠിക്കാനുള്ളത്, ലെവി, കളക്ഷൻ ആൻഡ് റിവേഴ്സ് ചാർജ് മെക്കാനിസം. അതിൽ വരുന്ന സ്കോപ്പ് ഓഫ് സപ്ലൈ എന്നുള്ള ടോപ്പിക്കാണ് നമുക്കിന്ന് പഠിക്കാനുള്ളത്. അപ്പം നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. അപ്പം നമുക്ക് ആദ്യം നോക്കാം സപ്ലൈ എന്ന് പറഞ്ഞിരിക്കുന്ന ടേമിനെ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്. എക്സ്പ്രഷൻ സപ്ലൈ എസ് ലൈ under section 7 subsection 1 include section 7 subsection 1ലാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് ഇൻക്ലൂഡ് ചെയ്യുന്ന ഐറ്റംസ് എന്ന് പറയുന്നത് ഒന്നാമത്തത് all form of supply of goods or service or both. അപ്പോൾ അത് ഗുഡ്സ് ആവാം സർവീസ് ആവാം ബോത്ത് രണ്ടും ഒരുമിച്ചാവാം. അപ്പം സപ്ലൈ ചെയ്യുന്ന സെയിലായിട്ടാവാം, ട്രാൻസ്ഫർ ആയിട്ടാവാം, ബാർട്ടർ ആവാം, എക്സ്ചേഞ്ച് ആവാം, ലൈസൻസ് ആവാം, റെന്റൽ ആവാം, ലീസ് ആവാം, അല്ലെങ്കിൽ ഡിസ്പോസൽ എന്ന് വെച്ചാൽ അതിനെ നമ്മൾ ഡിസ്പോസ് ചെയ്യുന്നതും ആവാം. ഇതിനെല്ലാം നമ്മൾ സപ്ലൈ എന്ന് പറയുന്നത് മെയ്ഡ്, അത് ഒന്നുകിൽ അത് ചെയ്തതാവും, ഓർ അഗ്രി ടു ബി മെയ്ഡ്, അല്ലെങ്കിൽ നമ്മൾ ചെയ്യാമെന്ന് സമ്മതിച്ചതുമായ എല്ലാ സെയില്, ട്രാൻസ്ഫർ, ബാർട്ടർ അങ്ങനെ എല്ലാത്തിനെയും നമ്മൾ സപ്ലൈ എന്നുള്ള ടേമിലാണ് വരുന്നത്. For a consideration by a person in the course of furtherance of business. പിന്നെ അതിൽ പറയുന്ന കാര്യങ്ങൾ ഫോർ എ കൺസിഡറേഷൻ ആണ്, നമ്മൾ പൈസ കൊടുത്തിട്ടുള്ളതായിരിക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും അതിന് പകരമായിട്ട് എന്തെങ്കിലും സംതിങ് ഇൻ റിട്ടേൺ നമ്മൾ കൊടുത്തിരിക്കണം. അതാണ് കൺസിഡറേഷൻ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ബൈ എ പേഴ്സൺ, ഒരു പേഴ്സൺ ആയിരിക്കണം. ഇൻ ദ കോഴ്സ് ഓഫ് ഫെർദറൻസ് ഓഫ് ബിസിനസ്, ഒരു ബിസിനസിന്റെ കോഴ്സ് ഓഫ് ഫെർദറൻസ്, ബിസിനസ് നടത്തുന്നതിന്റെ ഭാഗമായിട്ട് നടത്തതായിരിക്കണം ഈ ട്രാൻസാക്ഷൻ. അപ്പൊ എന്താ നമ്മളോട് പറഞ്ഞത്, ഗുഡ്സ് സർവീസ് ആവാം, അല്ലെങ്കിൽ രണ്ടും കൂടി ആവാം, അത് സെയിൽ ആവാം, ട്രാൻസ്ഫർ ആവാം, ബാർട്ടർ ആവാം, എന്ത് വേണമെങ്കിലും ആവാം, അത് മെയ്ഡ് ആവാം, ഓർ അഗ്രി ടു ബി മെയ്ഡ് ആവാം, ഫോർ എ കൺസിഡറേഷൻ ആയിരിക്കണം, ബൈ എ പേഴ്സൺ ഇൻ ദ കോഴ്സ് ഓഫ് ഫെർദറൻസ് ഓഫ് ബിസിനസ് ആണ് നമ്മൾ പറഞ്ഞ ഒന്നാമത്തെ സപ്ലൈ എന്ന് പറയുന്നത്. പിന്നെ അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന അടുത്ത കാര്യം import of service for a consideration whether or not in the course of furtherance of business. Next import of service ആണ് for a consideration വേണം whether or not in the course of furtherance of business. അത് course of furtherance of businessൽ ആവണം നിർബന്ധമില്ല, ബിസിനസ് ട്രാൻസാക്ഷൻ ആവണം നിർബന്ധമില്ല. തേർഡ് പറയുന്നത് ദ ആക്ടിവിറ്റീസ് സ്പെസിഫൈഡ് ഇൻ ഷെഡ്യൂൾ 1. നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് ഷെഡ്യൂൾ 1 പ്രകാരമുള്ള ആക്ടിവിറ്റീസ് ആണ്. അപ്പോൾ ഷെഡ്യൂൾ 1 പ്രകാരം നമുക്ക് പഠിക്കാനുണ്ട് ഡീറ്റെയിൽ ആയിട്ട്. സപ്ലൈ മെയ്ഡ് വിത്തൗട്ട് കൺസിഡറേഷൻ ആണ് നമ്മൾ ഷെഡ്യൂൾ 1ൽ പറഞ്ഞിരിക്കുന്നത്. ആ ആക്ടിവിറ്റീസ് മെയ്ഡ് ഓർ അഗ്രി ടു ബി മെയ്ഡ് വിത്തൗട്ട് കൺസിഡറേഷൻ. അപ്പം അതിൽ പറഞ്ഞിരിക്കുന്ന ആക്ടിവിറ്റീസ് അത് മെയ്ഡ് ആവാം, അല്ലെ അഗ്രി ടു ബി മെയ്ഡ് ആവും, വിത്തൗട്ട് കൺസിഡറേഷൻ. അപ്പൊ നമ്മൾ ഒന്നാമത്തെ പോയിന്റിൽ സ്പെസിഫൈ ചെയ്തിരിക്കുന്നത് വിത്ത് കൺസിഡറേഷൻ ആണ്. മൂന്നാമത്തെ പോയിന്റിൽ സെയിം ഏകദേശം സിമിലർ ആക്ടിവിറ്റീസ് പക്ഷെ വിത്തൗട്ട് കൺസിഡറേഷൻ ആണ്. നാലാമത്തെ ദ ആക്ടിവിറ്റീസ് ടു ബി ട്രീറ്റഡ് ആസ് സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സപ്ലൈ ഓഫ് സർവീസ് ആസ് റെഫേർഡ് ടു ഇൻ ഷെഡ്യൂൾ 2. ഇനി ഷെഡ്യൂൾ 2 പ്രകാരം പറഞ്ഞിരിക്കുന്നതാണ്, എന്ന് വെച്ചാൽ ഡീംഡ് സപ്ലൈ ആണ് നമ്മൾ ഷെഡ്യൂൾ 2ൽ പറഞ്ഞിരിക്കുന്നത്, അത് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ ഇത്രയും ആക്ടിവിറ്റീസ് ആണ് ശരിക്കും നമ്മൾ സപ്ലൈ എന്നുള്ള ടേമിൽ വരുന്നത്. അപ്പൊ എന്തൊക്കെയാ പറഞ്ഞത്, ഒന്ന് സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസ് ഓർ ബോത്ത്, അത് സെയിൽ, എക്സ്ചേഞ്ച് അങ്ങനെ എന്തിലും ആവാം. അഗ്രി ടു ബി മെയ്ഡ് ഓർ മെയ്ഡ് ആണ് വിത്ത് കൺസിഡറേഷൻ ബൈ എ പേഴ്സൺ ഇൻ ദ കോഴ്സ് ഓഫ് ഫെർദറൻസ് ഓഫ് ബിസിനസ്. രണ്ടാമത്തെ ഇമ്പോർട്ട് ആണ്, അത് കോഴ്സ് ഓഫ് ഫെർദറൻസ് ഓഫ് ബിസിനസ് ആവണം നിർബന്ധമില്ല, കൺസിഡറേഷനിലാണെന്ന് പറയുന്നുണ്ട്. മൂന്നാമത്തെ വിത്തൗട്ട് കൺസിഡറേഷൻ വരുന്ന ട്രാൻസാക്ഷൻസ് ആണ്. നാലാമത്തെ പറയുന്നത് ട്രീറ്റഡ് സപ്ലൈ, ഡീംഡ് സപ്ലൈ ആണ്, അത് ട്രീറ്റഡ് സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസ് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഷെഡ്യൂൾ 2 പ്രകാരമാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതിനൊക്കെ നമുക്ക് സപ്ലൈ എന്ന് പറയാം. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് സ്കോപ്പ് ഓഫ് സപ്ലൈ ആണ്. ദ ടാക്സബിൾ ഇവന്റ് അണ്ടർ GST ഷാൽ ബി സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസ് ഓർ ബോത്ത് മെയ്ഡ് ഫോർ കൺസിഡറേഷൻ ഇൻ ദ കോഴ്സ് ഓഫ് ബിസിനസ്. അപ്പൊ നമ്മൾ ടാക്സബിൾ ഇവന്റ് എന്ന് പറയുന്നത് ഇവിടെ സപ്ലൈ ആണ് അല്ലെ. ഒരു ടാക്സബിൾ ഇവന്റ് ഉണ്ടായാൽ മാത്രമേ നമുക്ക് ടാക്സ് ചാർജ് ചെയ്യാൻ പറ്റുള്ളൂ. GSTയിൽ ടാക്സബിൾ ഇവന്റ് എന്ന് പറയുന്നത് സപ്ലൈ ആണ്. സപ്ലൈ എന്താണെന്ന് നമ്മളിപ്പം പഠിച്ചു. The term supply has been inclusively defined in the Act. Various taxable events like manufacture, sale, rendering of service, purchase, entry into a territory of state, etc. have been reinstated into just one event, that is supply. ഇപ്പൊ കുറെ ടാക്സബിൾ ആക്ടിവിറ്റീസ് മുന്നേ പറഞ്ഞ ഒരു സ്റ്റേറ്റിൽ നിന്ന് ഒരു സ്റ്റേറ്റിലേക്ക് പോവാം, അങ്ങനെയുള്ള കുറെ ആക്ടിവിറ്റീസ് ടാക്സബിൾ ആയിരുന്നു. അപ്പൊ ഇതെല്ലാം കൂടി നമുക്ക് ചേർത്ത് ഒരു ഇവന്റ് ആക്കി മാറ്റിയിരിക്കുകയാണ്, അതാണ് സപ്ലൈ എന്ന് പറയുന്നത്. അപ്പം നമ്മളെ മീനിങ് ആൻഡ് സ്കോപ്പ് ഓഫ് സപ്ലൈ പറയുന്ന സമയത്ത് അതിന് കുറച്ച് ട്രാൻസാക്ഷൻസ് ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ എന്ന് പറയുന്നത് സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസ് ഓർ ബോത്ത്.
രണ്ടാമത്തെ സപ്ലൈ ഷുഡ് ബി മെയ്ഡ് ഫോർ എ കൺസിഡറേഷൻ. മൂന്നാമത്തെ സപ്ലൈ ഷുഡ് ബി മെയ്ഡ് ഇൻ ദ കോഴ്സ് ഓർ ഫർദറൻസ് ഓഫ് ബിസിനസ്. ഇത്രയും കാര്യങ്ങൾ കൺസിഡർ ചെയ്യണം നമ്മൾ. നാലാമത്തെ സപ്ലൈ ഷുഡ് ബി മെയ്ഡ് ബൈ എ ടാക്സബിൾ പേഴ്സൺ. ഒരു ടാക്സബിൾ പേഴ്സൺ ആയിരിക്കണം ചെയ്തിരിക്കുന്നത്. സപ്ലൈ ഷുഡ് ബി എ ടാക്സബിൾ സപ്ലൈ. ടാക്സബിൾ സപ്ലൈ ആയിരിക്കണം. നമുക്ക് അറിയാം നമുക്ക് ടാക്സബിൾ അല്ലാത്ത സപ്ലൈ ഉണ്ടെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ആറാമത്തെ സപ്ലൈ ഷുഡ് ബി മെയ്ഡ് വിത്തിൻ ദ ടാക്സബിൾ ടെറിട്ടറി. ഇത്രയാണ് നമ്മളൊരു സപ്ലൈ ടാക്സബിൾ ആവുന്ന സമയത്ത് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പൊ ഇതിൽ ഓരോന്നായിട്ടാണ് ഇനി പഠിക്കാനുള്ളത്. സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസ് ഓർ ബോത്ത്. അങ്ങനെ ഓരോ സംഭവങ്ങളായിട്ട് നമ്മൾ പഠിച്ചുകൊണ്ട് പോവാണ്. അപ്പൊ ഓരോ സ്റ്റെപ്പായിട്ട് നമുക്ക് പഠിക്കാം. അപ്പൊ നമ്മുടെ ഒന്നാമത്തെ കാര്യം എന്തായാലും നമ്മളോട് പറഞ്ഞത് സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സപ്ലൈ ഓഫ് സർവീസസ് ഓർ ബോത്ത് ആണ്. അപ്പൊ അതിൽ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഡീംഡ് സപ്ലൈ എന്ന് പറയുന്നത്. ഷെഡ്യൂൾ 2 പ്രകാരമാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഷെഡ്യൂൾ 2 ലിസ്റ്റ് ചെയ്യുന്ന കുറച്ച് ആക്ടിവിറ്റീസ് ഉണ്ട് വിച്ച് ആർ ടു ബി ട്രീറ്റഡ് ആസ് സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സപ്ലൈ ഓഫ് സർവീസസ്. അപ്പൊ അങ്ങനെ ട്രീറ്റ് ചെയ്യേണ്ട കുറച്ച് ആക്ടിവിറ്റീസ് പറയുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ നമുക്ക് നോക്കാം ട്രാൻസാക്ഷൻസ് ഡീംഡ് ആസ് സപ്ലൈ ഓഫ് ഗുഡ്സ്. സപ്ലൈ ഓഫ് ഗുഡ്സിൽ വരുന്ന കുറച്ച് കാര്യങ്ങൾ. ഒന്നാമത്തെ എനി ട്രാൻസ്ഫർ ഓഫ് ദ ടൈറ്റിൽ ഇൻ ഗുഡ്സ് ഇസ് എ സപ്ലൈ ഓഫ് ഗുഡ്സ്. നമ്മൾ ടൈറ്റിൽ ട്രാൻസ്ഫർ ചെയ്യണം എന്ന് വെച്ചാൽ അതിന്റെ ഉടമസ്ഥാവകാശം ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്യും. രണ്ടാമത്തെ എനി ട്രാൻസ്ഫർ ഓഫ് ടൈറ്റിൽ ഓഫ് ഗുഡ്സ് അണ്ടർ എൻ എഗ്രിമെന്റ് വിച്ച് സ്റ്റിപ്പുലേറ്റ്സ് ദാറ്റ് പ്രോപ്പർട്ടി in goods will pass at a future date upon payment of full consideration as agreed like hire purchase. പിന്നെ ഒരു നമ്മൾ എഗ്രിമെന്റ് ആണ് പറയുന്നത്. എഗ്രിമെന്റ് പ്രകാരം പറയാണ് ഈ ഗുഡ്സിന്റെ ടൈറ്റിൽ നമ്മൾ ഒരു ഫ്യൂച്ചർ ഡേറ്റിൽ ഒരു പേഴ്സണിന് ട്രാൻസ്ഫർ ചെയ്യുമെന്ന് പറയുവാണ്. നമ്മൾ പേയ്മെന്റ് അടിച്ചു തീരുന്ന സമയത്ത് അതിന്റെ ടൈറ്റിൽ ട്രാൻസ്ഫർ ചെയ്യുമെന്ന് പറയുന്ന ആ ട്രാൻസാക്ഷൻസിനെ നമുക്ക് ഇവിടെ സപ്ലൈ എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അക്കൗണ്ടൻസിയിൽ ഹയർ പർച്ചേസ് എന്നുള്ള ടേം അല്ലെ. അപ്പൊ ഹയർ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പേയ്മെന്റ് ഓരോ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് അടക്കുവാണ്. ലാസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് അടക്കുന്ന സമയത്താണ് നമ്മൾ ടൈറ്റിൽ ട്രാൻസ്ഫർ ചെയ്യുന്നുള്ളൂ. അപ്പൊ ഒന്നാമത്തെ പോയിന്റ് പറഞ്ഞത് ഓൺ ദ സ്പോട്ട് നമ്മൾ ടൈറ്റിൽ ട്രാൻസ്ഫർ ചെയ്യാണ്. ഇനി രണ്ടാമത്തേന്ന് പറയുന്നത് അതാണ് നമ്മൾ മെയ്ഡ് സപ്ലൈ മെയ്ഡ് ഓർ എഗ്രി ടു ബി മെയ്ഡ് എന്ന് പറയുന്നില്ലേ, അതുകൊണ്ടാണ് നമ്മൾ എഗ്രി ചെയ്യാണ് ഫ്യൂച്ചർ ഡേറ്റിൽ എപ്പോഴാണ് പേയ്മെന്റ് അടച്ചു തീരുന്നത് അപ്പം നമ്മൾ എന്ത് ചെയ്യും ടൈറ്റിൽ ട്രാൻസ്ഫർ ചെയ്യുമെന്ന് പറയുന്നത്. അതാണ് രണ്ടാമത്തെ. മൂന്നാമത്തെ പെർമനന്റ് ട്രാൻസ്ഫർ ഓർ ഡിസ്പോസൽ ഓഫ് ബിസിനസ് അസറ്റ് വിത്ത് ഓർ വിത്തൗട്ട് കൺസിഡറേഷൻ. മൂന്നാമത്തെ പറയുന്ന ബിസിനസിന്റെ അസറ്റ്സ് നമ്മൾ പെർമനന്റ്ലി ട്രാൻസ്ഫർ ചെയ്യാണ് അല്ലെ ഡിസ്പോസ് ചെയ്യാണ് എന്ന് വെച്ചാൽ ബിസിനസ് ക്ലോസ് ചെയ്യാണ്. അപ്പൊ അത് വിത്ത് ഓർ വിത്തൗട്ട് കൺസിഡറേഷൻ ആണ്. ചിലപ്പോൾ കൺസിഡറേഷനോട് കൂടി അല്ലെങ്കിൽ വിത്തൗട്ട് കൺസിഡറേഷൻ. അത് നമുക്ക് സപ്ലൈ എന്നുള്ള ടേമിൽ വരും. നെക്സ്റ്റ് സപ്ലൈ ഓഫ് ഗുഡ്സ് ബൈ എനി unincorporated association or body of persons to a member thereof. പിന്നെ ഒരു അൺഇൻകോർപ്പറേറ്റഡ് ആയിട്ടുള്ള ഒരു അസോസിയേഷനോ അല്ലെ ബോഡി ഓഫ് പേഴ്സൺസോ അത് ഒരു മെമ്പറിന് സപ്ലൈ ചെയ്യുവാണ്, ഗുഡ്സ് സപ്ലൈ ചെയ്യുവാണെങ്കിൽ അതിനെ നമുക്ക് ഇവിടെ സപ്ലൈ എന്നുള്ള ടേമിൽ പറയാം. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ഡീംഡ് സപ്ലൈ ഓഫ് ഗുഡ്സ് എന്ന് പറയുന്നത്. ഇനി ഇതുപോലെ ഡീംഡ് സപ്ലൈ ഓഫ് സർവീസസും കൂടി വരുന്നുണ്ട്. അപ്പൊ ഡീംഡ് സപ്ലൈ ഓഫ് സർവീസസിൽ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്നാമത്തെ ട്രാൻസ്ഫർ ഓഫ് റൈറ്റ് ഓർ അൺഡിവൈഡഡ് ഷെയർ ഇൻ ഗുഡ്സ് വിത്തൗട്ട് ട്രാൻസ്ഫർ ഓഫ് ടൈറ്റിൽ. ടൈറ്റിൽ ട്രാൻസ്ഫർ ചെയ്യാതെ നമ്മൾ അതിന്റെ റൈറ്റ് മാത്രം ട്രാൻസ്ഫർ ചെയ്യാൻ. ട്രാൻസ്ഫർ ഓഫ് റൈറ്റ് ഓർ അൺഡിവൈഡഡ് ഷെയർ ഇൻ ഗുഡ്സ് വിത്തൗട്ട് ട്രാൻസ്ഫർ ഓഫ് ടൈറ്റിൽ. നമ്മൾ ടൈറ്റിൽ ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ എന്തായി മാറും? ഗുഡ്സിന്റെ ടൈറ്റിൽ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് നമുക്കത് ട്രാൻസ്ഫർ ഓഫ് ഗുഡ്സ് ആണ്. അപ്പൊ ടൈറ്റിൽ ട്രാൻസ്ഫർ ചെയ്യുന്നില്ല, പക്ഷെ അതിനുള്ള റൈറ്റ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ അതിന് നമ്മൾ സപ്ലൈ ഓഫ് സർവീസ് എന്ന് പറയാണ്. എനി ലീസ് ടെനൻസി ഈസ്മെന്റ് ലൈസൻസ് ടു ഓക്യുപ്പൈ ലാൻഡ്. അതേപോലെ തന്നെ ലീസ് ടെനൻസി ഒക്കെ നമ്മൾ ആ ലാൻഡ് ഓക്യുപ്പൈ ചെയ്യാൻ വേണ്ടിയിട്ടില്ല എന്ന് വെച്ചാൽ അതിനുള്ള ഒരു റൈറ്റ് കൊടുക്കുന്ന പറഞ്ഞല്ലോ ഒന്നാമത്തെ. അതുപോലെ തന്നെയാണ് ഒരു ലാൻഡ് ഓക്യുപ്പൈ ചെയ്യാനുള്ള റൈറ്റ് നമ്മൾ കൊടുക്കുവാണ് ലീസ് ടെനൻസി ഒക്കെ ആയിട്ട്. ഇവിടെ ഒന്നും നമ്മൾ ടൈറ്റിൽ ട്രാൻസ്ഫർ ചെയ്യുന്നില്ല. നെക്സ്റ്റ് എനി ലീസ് ഓർ ലെറ്റിംഗ് ഔട്ട് ഓഫ് എ ബിൽഡിംഗ് ഫോർ ബിസിനസ് ഓർ കൊമേഴ്സ് ഐദർ ഹോൾലി ഓർ പാർട്ട്ലി. അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് നമ്മൾ ലെറ്റ് ഔട്ട് ചെയ്യുവാണ് ലീസ് പ്രകാരം ഒരു ബിസിനസ്സിനോ അല്ലെങ്കിൽ ഒരു കൊമേഴ്സിനോ, അല്ലെങ്കിൽ അത് ഐദർ ഹോൾലി ഓർ പാർട്ട്ലി മുഴുവനായിട്ടോ അല്ലെങ്കിൽ പാർട്ട്ലി ആയിട്ടോ നമ്മളൊരു ബിസിനസ്സിന് വേണ്ടി ഒരു ബിൽഡിംഗ് ലെറ്റ് ഔട്ട് ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ സർവീസ് എന്ന് പറയും. നെക്സ്റ്റ് എനി ട്രീറ്റ്മെന്റ് ഓർ പ്രോസസ് അപ്ലൈഡ് ഓൺ അനദർ പേഴ്സൺസ് ഗുഡ്സ് ലൈക്ക് ജോബ് വർക്ക്. പിന്നെ വേറൊരാളുടെ ഗുഡ്സിന്റെ മേലെ നമ്മൾ പ്രോസസ്സ് ചെയ്യുന്നില്ലേ, ഗുഡ്സ് പ്രോസസ്സ് ചെയ്യുന്നതിനാണ് എനി ട്രീറ്റ്മെന്റ് ഓർ പ്രോസസ് ജോബ് വർക്ക് എന്ന് പറയുന്നത്. ഒരാളുടെ ഗുഡ്സിന്റെ മേലെ വേറൊരാൾ എന്ത് ചെയ്യാണ് അതിന്റെ മേലെ എന്തെങ്കിലും പ്രോസസ്സ് ചെയ്ത് കൊടുക്കുവാണ്, എന്നിട്ട് അതിനെ വേറൊരു പ്രോഡക്റ്റ് ആക്കി മാറ്റുവാണ്. അപ്പൊ അതിനെ നമുക്ക് എന്ത് ചെയ്യാം
ജോബ് വർക്ക്, അതിനെ നമുക്ക് സപ്ലൈ ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. സപ്ലൈ ഓഫ് സർവീസ് ആയിട്ടാണ്, ഗുഡ്സ് ആയിട്ടല്ല. എനി ബിസിനസ് അസറ്റ്സ് പുട്ട് ഫോർ പ്രൈവറ്റ് യൂസ് വെദർ ഓർ നോട്ട് ഫോർ കൺസിഡറേഷൻ. അതേപോലെ തന്നെ ഒരു ബിസിനസിന്റെ ഒരു അസറ്റ് നമ്മൾ പ്രൈവറ്റ്ലി യൂസ് ചെയ്യുവാണ്, അത് വിത്തൗട്ട് കൺസിഡറേഷൻ ആണ്. നമുക്ക് ചിലപ്പം പൈസ വാങ്ങിച്ചിട്ടാവാം, അല്ലാതെ ആവാം. അങ്ങനെയാണെങ്കിൽ അതിനെ നമ്മൾ സർവീസ് എന്ന് പറയുവാണ്. ബിസിനസിന്റെ അസറ്റ്സ് നമ്മൾ ബിസിനസ് പർപ്പസിനാണ് യൂസ് ചെയ്യുന്നത്, പ്രൊഡക്ഷൻ പർപ്പസിന് യൂസ് ചെയ്യുന്നത്, നമ്മൾ പ്രൈവറ്റ്ലി കുറച്ച് ഒരാൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടി കൊടുക്കുവാണെങ്കിൽ അതിനെ നമ്മൾ എന്ത് ചെയ്യുക, സർവീസ് ആയിട്ട് പറയും. റെന്റിങ് ഓഫ് ഇമോബിൾ പ്രോപ്പർട്ടി, ഇതുപോലെ തന്നെ നമ്മൾ ഇമോബിൾ ആയിട്ടുള്ള പ്രോപ്പർട്ടി, ബിസിനസിന്റെ ലാൻഡോ എന്തെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, ഒരാൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടി കൊടുക്കുവാണ് റെന്റിന്. അതിനെ നമുക്ക് ഈ ടേമിൽ തന്നെ പറയാം ഡീംഡ് സപ്ലയർ സർവീസസ്. ഇതിലൊന്നും നമ്മൾ പ്രൊഡക്റ്റ് കൊടുക്കുന്നില്ല, സർവീസ് ആണ് കൊടുക്കുന്നത്, അത് യൂസ് ചെയ്യാനുള്ള ഒരു റൈറ്റ് ആണ് കൊടുക്കുന്നത്. നെക്സ്റ്റ്, കൺസ്ട്രക്ഷൻ ഓഫ് എ കോംപ്ലക്സ് ബിൽഡിംഗ്, സിവിൽ സ്ട്രക്ചർ ഓർ പാർട്ട് ദെയറോഫ്. പിന്നെ ഒരു ബിൽഡിംഗ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുവാണ്, അതിനെ നമ്മൾ സപ്ലൈ ഓഫ് സർവീസ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. ടെമ്പററി ട്രാൻസ്ഫർ ഓർ പെർമിറ്റിംഗ് ദ യൂസ് ഓഫ് ഓർ എൻജോയ്മെന്റ് ഓഫ് എനി ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്. അല്ലെങ്കിൽ ഒരു ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് നമുക്ക് ഒരാൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടി കൊടുക്കുവാണ്, ടെമ്പററി ട്രാൻസ്ഫർ ചെയ്യാണ്, അല്ലെങ്കിൽ അത് യൂസ് ചെയ്യാനുള്ള ഒരു റൈറ്റ് കൊടുക്കുവാണ്. നമ്മൾ മറ്റേ അസറ്റ്സ് ഒക്കെ കൊടുക്കുന്നത് പോലെ തന്നെ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് എന്ന് പറയുന്നതെങ്കിൽ നമ്മൾ ഇൻടാഞ്ചിബിൾ അസറ്റ്സ് ആണ് അല്ലെ, അങ്ങനെയുള്ള അസറ്റ്സ് യൂസ് ചെയ്യാൻ കൊടുക്കുവാണെങ്കിൽ അതും നമുക്ക് സർവീസ് ആണ്, ഡീംഡ് സപ്ലൈർ സർവീസ്. അത് യൂസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ കൊടുക്കുന്നത്. നെക്സ്റ്റ്, ഡെവലപ്മെന്റ്, ഡിസൈൻ, പ്രോഗ്രാമിംഗ്, കസ്റ്റമൈസേഷൻ, അഡാപ്ഷൻ, അപ്ഗ്രഡേഷൻ, എൻഹാൻസ്മെന്റ്, ഇംപ്ലിമെന്റേഷൻ ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി സർവീസ്. അതേപോലെ തന്നെ നമ്മളെ ഇൻഫർമേഷൻ ടെക്നോളജിയുടെ എന്തെങ്കിലും സോഫ്റ്റ്വെയറിനെ നമ്മൾ ഡെവലപ്പ് ചെയ്യുകയാണ്, അതിനെ ഡിസൈൻ ചെയ്യുകയാണ്, പ്രോഗ്രാം, കസ്റ്റമൈസേഷൻ, അഡാപ്റ്റേഷൻ, അപ്ഗ്രഡേഷൻ, ഇതൊക്കെ എന്തിലാണ് വരുന്നത്, സപ്ലൈ ഓഫ് സർവീസിലാണ് വരുന്നത്. Next, agreeing to the obligation to refrain from an act or to tolerate an act or a situation or to do an act. അല്ലെങ്കിൽ ഒരു ആളോട് എഗ്രി ചെയ്യണം, ഇന്നൊരു കാര്യം ഞാൻ ചെയ്യാം, അല്ലെങ്കിൽ റിട്രെയിൻ ചെയ്യാം. അതിൻ്റെ അകത്തുനിന്ന് ഒബ്ലിഗേഷൻ ടു റിട്രെയിൻ ഫ്രം ആൻ ആക്ട്, ഒരു കാര്യം ചെയ്യാതിരിക്കാൻ, അല്ലെങ്കിൽ ടോളറേറ്റ് ആൻ ആക്ട്, ഒരു കാര്യം സഹിക്കാൻ, ഒരു സിറ്റുവേഷൻ അത് ടോളറേറ്റ് ചെയ്തോളാം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എഗ്രിമെന്റ്. ഓർ ടു ഡു ആൻ ആക്ട്, അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാൻ, ഒന്ന് ചെയ്യാതിരിക്കാനും അല്ലെങ്കിൽ ചെയ്യാനുള്ള ഒരു എഗ്രിമെന്റ്. നെക്സ്റ്റ്, വർക്ക് കോൺട്രാക്ട്. പിന്നെ പറഞ്ഞ ജോബ് വർക്ക് പറഞ്ഞില്ല, അതുപോലെ വർക്ക്സ് കോൺട്രാക്ട് ആയിട്ട് തന്നെ ചെയ്യുവാണെങ്കിൽ അത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ സപ്ലൈ ഓഫ് സർവീസിലാണ് വരുന്നത്. അപ്പൊ ഇവിടെ ഒന്നും നമ്മൾ ഗുഡ്സ് ഒന്നും ട്രാൻസ്ഫർ ചെയ്യുന്നില്ല, നമ്മൾ തൽക്കാലത്തേക്ക് ഒരാൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും ഒരു കാര്യം ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരാൾ അതിന്റെ മേലെ എന്തെങ്കിലും പ്രോസസ്സ് ചെയ്യണോ, അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാതിരിക്കാനോ ചെയ്യാനോ ഉള്ള ഒരു എഗ്രിമെന്റ്. ഇതൊക്കെയാണ് നമ്മളെ ഡീംഡ് സപ്ലൈ ഓഫ് സർവീസസിൽ വരുന്നത്. ഇനി നെക്സ്റ്റ് നമ്മുടെ സപ്ലൈയുടെ സ്കോപ്പിൽ പറഞ്ഞിരിക്കുന്ന സെക്കൻഡ് പോയിന്റ് ആണ്, സപ്ലൈ ഷുഡ് ബി മെയ്ഡ് ഫോർ എ കൺസിഡറേഷൻ. അപ്പൊ സപ്ലൈ ഫോർ കൺസിഡറേഷൻ എന്താണ് ഉദ്ദേശിക്കുന്നത് നോക്കാം. ഇപ്പൊ കൺസിഡറേഷൻ എന്താ നമ്മൾ CGST ആക്ടിൽ പറഞ്ഞിരിക്കുന്നത്, ഇറ്റ് ക്യാൻ ബി മണി ഓർ ഇൻ കൈൻഡ് എന്ന് വെച്ചാൽ നമ്മൾ മോണിറ്ററി ട്രാൻസാക്ഷൻ ആയിട്ട് നടത്താം, അല്ലെങ്കിൽ സാധനങ്ങളായിട്ട് ട്രാൻസ്ഫർ ചെയ്യാം. എങ്ങനെയായാലും നമ്മൾ അതിനെ കൺസിഡറേഷൻ ആയിട്ട് കൺസിഡർ ചെയ്യും. അപ്പൊ നമുക്ക് സപ്ലൈ എന്താണെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അല്ലെ, നമ്മൾ എല്ലാ ഗുഡ്സും സപ്ലൈയും സർവീസസും സപ്ലൈ ചെയ്യുന്നത് അത് ഫോർ ഫെർദറൻസ് ഓഫ് ബിസിനസ് ആയിരിക്കാം, കോഴ്സ് ഓഫ് ഫെർദറൻസ് ഓഫ് ബിസിനസ് ആയിരിക്കാം. ഇനി ഇമ്പോർട്ടിന്റെ കേസിലാണെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അത് കോഴ്സ് ആൻഡ് ഫെർദറൻസ് ഓഫ് ബിസിനസ് ആവണം നിർബന്ധം ഇല്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കൺസിഡറേഷൻ എന്ന് പറഞ്ഞ ടേമിലും കുറച്ച് എക്സെപ്ഷൻസ് പറഞ്ഞിട്ടുണ്ട്. There are exceptions to the requirement of consideration as a precondition for supply to be called a supply. ഒരു സപ്ലൈ എന്ന് പറയാൻ വേണ്ടി നമ്മളവിടെ കൺസിഡറേഷൻ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അതിന് കുറച്ച് എക്സെപ്ഷൻസ് ഉണ്ട്. ആ എക്സെപ്ഷൻസ് ആണ് നമ്മൾ പഠിക്കുന്നത്. എനി സബ്സിഡി ഗിവൺ ബൈ ദ സെൻട്രൽ ഗവൺമെന്റ് ഓർ എ സ്റ്റേറ്റ് ഗവൺമെന്റ് ഈസ് നോട്ട് കൺസിഡേർഡ് ആസ് കൺസിഡറേഷൻ. ഇപ്പോൾ ഒരു ഗവൺമെന്റ് സബ്സിഡി കൊടുക്കില്ല ചില സമയത്ത്, എന്റർപ്രണേഴ്സിന് സബ്സിഡി കൊടുക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സബ്സിഡി നമുക്ക് കൺസിഡറേഷൻ ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല. ഇറ്റ് ഈസ് ഇമ്മെറ്റീരിയൽ വെദർ ദ പേയ്മെന്റ് ഈസ് മെയ്ഡ് ബൈ ദ റെസിപ്പിയൻ ഓർ ബൈ എനി അതർ പേഴ്സൺ. അപ്പൊ ആ റെസിപ്പിയന്റ് പേയ്മെന്റ് നടത്തിയോ ഇല്ലയോ ഒന്നും നമ്മൾ കൺസിഡർ ചെയ്യേണ്ട. അപ്പൊ ഇവിടെ നമുക്ക് അതിനെ നമുക്ക് കൺസിഡറേഷൻ ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ലെന്നാ പറയുന്നത്. എ ഡെപ്പോസിറ്റ് ഗിവൺ ഇൻ റെസ്പെക്ട് ഓഫ് ദ സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസ് ഓർ ബോത്ത് ഷാൽ നോട്ട് ബി കൺസിഡേർഡ് ആസ് പേയ്മെന്റ് മെയ്ഡ് ഫോർ സച്ച് സപ്ലൈ അൺലെസ് ദ സപ്ലയർ അപ്ലൈസ് സച്ച് ഡെപ്പോസിറ്റ് ആസ് കൺസിഡറേഷൻ ഫോർ ദ സെറ്റ് സപ്ലൈ. ചില സമയത്ത് നമ്മൾ ഡെപ്പോസിറ്റ് ആയിട്ട് കൊടുക്കുവാണെങ്കിൽ, സപ്ലൈക്ക് വേണ്ടി ഒരു ഡെപ്പോസിറ്റ് ആയിട്ട് കൊടുക്കുവാണെങ്കിൽ അതിനെ നമുക്ക് സപ്ലൈയുടെ കൺസിഡറേഷൻ ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല.
except അല്ലെങ്കിൽ unless the supplier applies such a deposit as consideration for the said supply. അല്ലെങ്കിൽ ആ സപ്ലയർ ആ ഡെപ്പോസിറ്റ് കൊടുക്കുന്നത് അതിന്റെ കൺസിഡറേഷൻ ആയിട്ട് കൺസിഡർ ചെയ്യണം എന്നൊരു ക്ലോസ് വെക്കാത്തിടത്തോളം നമ്മൾ വെറുതെ ഒരു ഡെപ്പോസിറ്റ് കൊടുക്കുന്നത് ഒരിക്കലും സപ്ലൈയുടെ കൺസിഡറേഷൻ ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല. ഇവിടെ നമുക്ക് സപ്ലൈയുടെ കൺസിഡറേഷൻ പറയുന്ന സമയത്ത് എന്തൊക്കെയാണ് കൺസിഡറേഷൻ അല്ലാത്തത് എന്നതാണ് നമ്മൾ പറഞ്ഞത്. ഒന്ന്, നമ്മൾ ഗവൺമെന്റ് കൊടുക്കുന്ന സബ്സിഡി എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് സപ്ലൈയുടെ കൊടുക്കുന്ന ഡൊണേഷൻ, ചിലപ്പോൾ ഒരു നമുക്ക് സപ്ലൈ കിട്ടാൻ വേണ്ടി നമ്മൾ ഒരു ഡൊണേഷൻ കൊടുത്തെന്ന് വിചാരിക്കാം. അപ്പൊ ഡൊണേഷന്റെ എമൗണ്ട് സപ്ലൈയുടെ എത്രയാണോ വാല്യൂ അതിലേക്ക് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാത്തിടത്തോളം അതിനെ നമുക്ക് കൺസിഡറേഷൻ ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല. ഇനി നെക്സ്റ്റ് നമുക്ക് സപ്ലൈ മെയ്ഡ് വിത്തൗട്ട് കൺസിഡറേഷൻ. കൺസിഡറേഷൻ ഇല്ലാതെ നടത്തിയിരിക്കുന്ന ഒരു സപ്ലൈ ആണ്, പക്ഷെ ഇതിനെ നമുക്ക് സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റും. അതിനാണ് ഇതിൽ പറയുന്നത് ആസ് പെർ സെക്ഷൻ 1 CGST Act 2017 the activities as mentioned below shall be treated as supply even if made without consideration. കൺസിഡറേഷൻ ഇല്ലാതെയാണ് ചെയ്തിരിക്കുന്നതെങ്കിലും ഇതിനൊക്കെ നമുക്ക് സപ്ലൈ എന്ന് പറയണം. അതിൽ ഒന്നാമത്തെ പറയുന്നത് പെർമനന്റ് ട്രാൻസ്ഫർ ഓർ ഡിസ്പോസൽ ഓഫ് ബിസിനസ് അസറ്റ്സ് where input tax credit has been availed on such assets. ഇപ്പൊ കുറച്ച് ഗുഡ്സ് നമ്മുടെ കയ്യിൽ കുറച്ച് ബിസിനസിന്റെ അസറ്റ്സ് ഉണ്ട്, അത് നമ്മൾ ഡിസ്പോസ് ചെയ്യുവാണ്, പെർമനന്റ്ലി ട്രാൻസ്ഫർ ചെയ്യുവാണ് അല്ലെങ്കിൽ ഡിസ്പോസ് ചെയ്യുവാണ്. അപ്പൊ ആ ഗുഡ്സിന്റെ മേലെ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ടാക്സ് അടിച്ചിട്ടുണ്ട്. ആ ടാക്സ് നമ്മൾ ഇൻപുട്ട് ടാക്സ് ആയിട്ട് നമ്മൾ അവെയിൽ ചെയ്തിട്ടുണ്ട്, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ആയിട്ട് നമ്മളെ ബിസിനസ്സിൽ അത് ക്രെഡിറ്റ് ആയിട്ട് നമ്മൾ അവെയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഗുഡ്സ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുവാണെങ്കിൽ അതിനെ നമ്മൾ സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്യും. ഇപ്പം നമ്മൾ ഒരു 5,000 ഒരു ഗുഡ്സ് നമ്മുടെ കയ്യിലുണ്ട്, അതിന് ഇൻപുട്ട് ടാക്സ് നമ്മൾ അവെയിൽ ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ വേറൊരു 5,000 ഗുഡ്സ് നമ്മുടെ കയ്യിലുണ്ട്, അതിന് മേലെ ഇൻപുട്ട് ടാക്സ് അവെയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒന്നാമത്തെ ടൈപ്പ് ഓഫ് ഗുഡ്സ് നമ്മൾ പെർമനന്റ് ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാണ്, അതിന് മേലെ കൺസിഡറേഷൻ ഒന്നും വാങ്ങിച്ചില്ല. രണ്ടാമത്തെ ടൈപ്പ് ഓഫ് ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്യുന്നത് വിത്ത് കൺസിഡറേഷൻ ആണ്. അപ്പൊ എന്ത് സംഭവിക്കുന്ന വെച്ചാൽ നമ്മൾ ഇൻപുട്ട് ടാക്സ് ആയിട്ട് അവെയിൽ ചെയ്തിരിക്കുന്ന മുഴുവൻ എമൗണ്ടും ഈ രണ്ടാമത്തെ സപ്ലൈയുടെ മേലെ കൺസിഡറേഷൻ ഉള്ള സപ്ലൈയുടെ മേലെ ആയി പോകും. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് അവെയിൽ ചെയ്തിരിക്കുന്ന ഒരു ഐറ്റം ആണെങ്കിൽ അതിന് നമ്മൾ പെർമനന്റ് ട്രാൻസ്ഫറോ ഡിസ്പോസലോ എന്ത് ചെയ്ത് കഴിഞ്ഞാലും വിത്തൗട്ട് കൺസിഡറേഷൻ ആണെങ്കിൽ അതിനെ നമുക്ക് എന്തായിട്ട് പറയാൻ പറ്റും, സപ്ലൈ ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യേണ്ടി വരും. നെക്സ്റ്റ്, സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസ് ഓർ ബോത്ത് ബിറ്റ്വീൻ റിലേറ്റഡ് പേഴ്സൺ. നോർമലി നമ്മൾ റിലേറ്റഡ് പേഴ്സൺസ് തമ്മിലുള്ള ട്രാൻസാക്ഷൻ അത് വിത്തൗട്ട് കൺസിഡറേഷൻ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്യില്ല അല്ലെ, അതിന്റെ മേലെ നമ്മൾ GST ഒന്നും കൊടുക്കാറില്ല. പക്ഷേ with related persons ആവും or between distinct persons as specified in section 25 when made in the course or furtherance of business. ഈ റിലേറ്റഡ് പേഴ്സൺസോ അല്ലെങ്കിൽ അല്ലാത്തവരോ ആയിട്ട് നമ്മളൊരു ട്രാൻസാക്ഷൻ നടത്തുവാണ്, സപ്ലൈ നടത്തുവാണ് ഗുഡ്സോ സർവീസോ എന്തെങ്കിലും, പക്ഷെ അതൊരു ബിസിനസിന്റെ കോഴ്സ് ഓഫ് ആക്ഷനിലാണെങ്കിൽ അതിനെ നമ്മൾ സപ്ലൈ ഓഫ് ഗുഡ്സോ സർവീസ് എന്ന് പറയേണ്ടി വരും. എന്നുവെച്ചാൽ നമ്മളൊരു റിലേറ്റഡ് ആയിട്ടുള്ള ഒരാളോ അല്ലെങ്കിൽ വേറൊരാളും നമുക്ക് ഫ്രീ ആയിട്ട് ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യുവാണ്, പക്ഷെ അത് ബിസിനസ് റിലേറ്റഡ് ആണെങ്കിൽ നമ്മളത് GST പ്രകാരം സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്യും. അതിലൊരു കാര്യം പറയുന്നുണ്ട്, പ്രൊവൈഡഡ് ദാറ്റ് ഗിഫ്റ്റ് നോട്ട് എക്സീഡിംഗ് 50,000 rupees in value in a financial year by an employer to an employee shall not be treated as supply of goods or service. പക്ഷെ ഒരു എംപ്ലോയിക്ക് എന്തെങ്കിലും ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്യാണ്, ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുവാണ്, അത് 50,000 കൂടുതലല്ലെങ്കിൽ, ക്യാഷ് ആവാം കൈൻഡ് ആവാം, അപ്പൊ അതിന്റെ റുപ്പി വാല്യൂ നോക്കുകയാണ് 50,000 കൂടുതലല്ലെങ്കിൽ അതിന് നമുക്ക് ബിസിനസിന്റെ ഇടയിൽ തന്നെയാണ് ട്രാൻസ്ഫർ നടത്തിയിരിക്കുന്നത് എങ്കിലും അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സപ്ലൈ ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ലെന്ന് പറയുന്നുണ്ട്. നെക്സ്റ്റ്, സപ്ലൈ ഓഫ് ഗുഡ്സ് ബൈ എ പ്രിൻസിപ്പൽ ടു ഹിസ് ഏജന്റ്. ഒരു പ്രിൻസിപ്പൾ അയാളുടെ ഏജന്റിന് സപ്ലൈ ചെയ്യാണ് ഗുഡ്സ്. അപ്പൊ ഈ ഏജന്റ് ആണ് പ്രിൻസിപ്പാളിന്റെ ഓൺ ബിഹാഫിൽ ആ ഗുഡ്സ് സപ്ലൈ ചെയ്യേണ്ടതെങ്കിൽ ഇപ്പൊ പ്രിൻസിപ്പാൾ ഏജന്റിന് സപ്ലൈ ചെയ്യുന്ന സമയത്ത് അവിടെ എന്ത് ചെയ്തിട്ടുണ്ടാവില്ല, പൈസ വാങ്ങിച്ചിട്ടുണ്ടാവില്ല അല്ലെ, അയാൾ സപ്ലൈ ചെയ്തിട്ട് സെയിൽ ചെയ്തതിന് ശേഷമാണ് അവർ തമ്മിലുള്ള അക്കൗണ്ട് സെറ്റിൽ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിലും അതിനെ സപ്ലൈ ആയിട്ട് കൺസിഡർ ചെയ്യും. ഓർ ബൈ എൻ ഏജന്റ് ടു ഹിസ് പ്രിൻസിപ്പാൾ, അല്ലെങ്കിൽ ഏജന്റ് പ്രിൻസിപ്പാളിന് വേണ്ടി ട്രാൻസ്ഫർ ചെയ്യാണ്, അങ്ങോട്ടും ആവാം ഇങ്ങോട്ടും ആവാം. ഇപ്പൊ ഒരു ഏജന്റിനെ നമ്മൾ ഏൽപ്പിക്കണം, ഇന്ന സാധനം വാങ്ങിച്ചു കൊണ്ടുവരണം എനിക്ക് പകരം എന്ന് പറയുകയാണെങ്കിൽ എന്ത് ചെയ്യും, അവിടെ ആ റിസീവ് ചെയ്യലായിരിക്കും അല്ലെ, ഏജന്റ് ടു പ്രിൻസിപ്പൾ ആണ് വരുന്നത്. അപ്പൊ അങ്ങനെയുള്ള ട്രാൻസാക്ഷൻ ആണെങ്കിലും അത് വിത്തൗട്ട് കൺസിഡറേഷൻ ആണെങ്കിലും എന്ന് വെച്ചാൽ അവിടെ നമുക്ക് വാല്യൂ അഡീഷൻ വരുന്നുണ്ട് അല്ലെ. അപ്പൊ നമ്മൾ ഏജന്റ് അല്ലെങ്കിൽ പറഞ്ഞിരിക്കുന്ന പേഴ്സണിന് നമ്മൾ എന്തെങ്കിലും കമ്മീഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, വാല്യൂ അഡീഷൻ അതും കൂടി നമ്മൾ
പ്രൊഡക്റ്റിനെ മേലെ ആഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനൊക്കെ നമുക്ക് സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്യാം. നാലാമത്തെ, ഇമ്പോർട്ട് ഓഫ് സർവീസസ് ബൈ എ ടാക്സബിൾ പേഴ്സൺ. ഒരു ടാക്സബിൾ പേഴ്സൺ ഇമ്പോർട്ട് ചെയ്യുവാണ് ഫ്രം എ റിലേറ്റഡ് പേഴ്സൺ, ചിലപ്പോൾ റിലേറ്റഡ് പേഴ്സൺ ആവാം, ഓർ ഫ്രം എനി ഓഫ് അതർ എസ്റ്റാബ്ലിഷ്മെന്റ് ഔട്ട്സൈഡ് ഇന്ത്യ, അയാളുടെ തന്നെ ഔട്ട്സൈഡ് ഇന്ത്യയിലുള്ള ഏതെങ്കിലും ഒരു ബിസിനസ്സിൽ നിന്നാവാം, ഇൻ ദ കോഴ്സ് ഓഫ് ഫർദറൻസ് ഓഫ് ബിസിനസ്. പക്ഷെ അത് അയാളുടെ ബിസിനസ്സിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഇമ്പോർട്ടാണ് നടത്തിയിരിക്കുന്നതെങ്കിൽ അതിനെ നമ്മൾ വിത്തൗട്ട് കൺസിഡറേഷൻ ആണെങ്കിലും സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്യും. അതിന് നെക്സ്റ്റ് നമുക്ക് സപ്ലൈയുടെ സ്കോപ്പിൽ പറഞ്ഞിരിക്കുന്ന സപ്ലൈ ഷുഡ് ബി മെയ്ഡ് in the course of furtherance of business. നമ്മൾ കുറേ സ്ഥലത്ത് കേട്ടു അല്ലേ, സപ്ലൈ ഇൻ ദ കോഴ്സ് ഓഫ് ഫർദറൻസ് ഓഫ് ബിസിനസ്. അതാണ് ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. GST is essentially a tax only on commercial transactions. commercial transactionsലെ ടാക്സ് മാത്രമാണ് GST എന്ന് പറയുന്നത്. Hence only those supplies that are in the course of furtherance of business qualify as supplies under GST. അതുകൊണ്ട് തന്നെ GSTയിൽ സപ്ലൈ ആവണമെങ്കിൽ അത് ബിസിനസ് റിലേറ്റഡ് ആയിരിക്കണം, ബിസിനസിന്റെ കോഴ്സ് ഓഫ് ഫർദറൻസിലായിരിക്കണം. Hence any supply made by an individual to his personal capacity. അതുകൊണ്ട് തന്നെ ബിസിനസിന്റെ അല്ലാതെ അയാൾ പേഴ്സണലി എന്തെങ്കിലും സപ്ലൈ ചെയ്യുവാണെങ്കിൽ ഡു നോട്ട് കം അണ്ടർ ദ ആംബിറ്റ് ഓഫ് GST അൺലെസ് ദേ ഫാൾ വിത്തിൻ ദ ഡെഫിനേഷൻ ഓഫ് ബിസിനസ് ആസ് ഡിഫൈൻഡ് ഇൻ ദ ആക്ട്. ഈ ആക്ടിൽ ബിസിനസ് എന്ന് പറഞ്ഞിരിക്കുന്ന എന്താണോ അതുമായിട്ട് റിലേറ്റഡ് അല്ലാത്ത ഒരു ട്രാൻസാക്ഷൻ നമ്മൾ GSTയുടെ അണ്ടറിൽ വരില്ല. ബിസിനസ്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടില്ല. ഇൻ ദ കോഴ്സ് ഓഫ് ഫർദറൻസ് ഓഫ് ബിസിനസ് എടുത്തിട്ട് പറയുന്നത് അതുകൊണ്ടാണ്. ബിസിനസ്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് മാത്രമാണ്, അല്ലാതെ ഒരു ഇൻഡിവിജ്വൽ അയാളുടെ ഇൻഡിവിജ്വൽ കപ്പാസിറ്റിയിൽ എന്തെങ്കിലും സപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് GSTയുടെ അണ്ടറിൽ വരില്ല. എന്നുവെച്ചാൽ GSTയിൽ നമ്മൾ ബിസിനസ് ആയിട്ട് രജിസ്റ്റർ ചെയ്തിരിക്കണം. However, there is no exception to his course of furtherance of business rule in import of service for a consideration. അതേസമയം നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അത് ബിസിനസ് പേർപ്പസിന് അല്ലെങ്കിലും നമുക്ക് അതിനെ സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്യാം. ഇമ്പോർട്ട് എങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇമ്പോർട്ടിന്റെ മേലെ നമുക്ക് GST ചാർജ് ചെയ്യേണ്ടി വരും. ഇമ്പോർട്ട് അല്ലാത്ത സിറ്റുവേഷനിലാണെങ്കിലാണ് നമ്മൾ പറഞ്ഞത് ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് മാത്രമേ ടാക്സബിൾ ആവുന്നുള്ളൂ. നെക്സ്റ്റ് നമ്മൾ ഇതിൽ നാലാമത്തെ പോയിന്റ് പറയുന്നത് സപ്ലൈ ഷുഡ് ബി മെയ്ഡ് ബൈ എ ടാക്സബിൾ പേഴ്സൺ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതെന്താ നോക്കാം. A taxable person under GST is a person who carries on any business or engaged in economic activity including trade and commerce. അപ്പം നമ്മൾ ഇതിൽ ടാക്സബിൾ പേഴ്സൺ എന്ന് പറയുന്നത് അയാൾ ബിസിനസ് നടത്തുന്നതായിരിക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും ട്രേഡ് ആൻഡ് കൊമേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഇക്കണോമിക് ആക്ടിവിറ്റി നടത്തുന്നതായിരിക്കണം. അറ്റ് എനി പ്ലേസ് ഇൻ ഇന്ത്യയിലുള്ള ഏതെങ്കിലും പ്ലേസിലായിരിക്കണം. Who is registered or required to be registered under section 22 or section 24 of GST Act. GST Act പ്രകാരം രജിസ്റ്റേർഡ് ആയതോ അതോ രജിസ്റ്റർ ചെയ്യേണ്ടതായതോ, നമ്മൾ എക്സംഷൻസ് കൊടുത്തിട്ടുണ്ട് കുറച്ച് പേർക്ക് GST ആക്ടിൽ രജിസ്റ്റർ ചെയ്യേണ്ടെന്ന് പറഞ്ഞിട്ട്, അതെന്താ നമുക്ക് പഠിക്കാം. അതല്ലാത്ത എല്ലാ ആൾക്കാരും GST ആക്ടിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം. രജിസ്റ്റർ ചെയ്യേണ്ടാത്ത സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിനാണ് നമുക്ക് അങ്ങനെ ഒരു എക്സംഷൻ കൊടുത്തിട്ടുള്ളൂ. അപ്പൊ അതല്ലാത്ത എല്ലാ ആൾക്കാരും രജിസ്റ്റർ ചെയ്തതാണോ അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അയാൾ രജിസ്റ്റർ ചെയ്യേണ്ട ഒരാളാണ്, ആ ഒരു കാറ്റഗറിയിൽ വരുന്ന ആളാണെങ്കിൽ അയാളെ നമുക്ക് ടാക്സബിൾ പേഴ്സൺ എന്ന് പറയാം. വേരിയസ് ക്രൈറ്റീരിയ ലൈക്ക് ടേൺ ഓവർ, നമ്മൾ പറഞ്ഞു സ്മോൾ ബിസിനസ്സിന് നമുക്ക് എക്സംഷൻ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ. അപ്പൊ ടേൺ ഓവർ നോക്കുന്നുണ്ട്. ബിസിനസ് ആക്ടിവിറ്റി ഓർ ട്രാൻസാക്ഷൻസ് ഹാവ് ബീൻ സ്പെസിഫൈഡ് ഇൻ GST Act which details person liable to be registered under the Act. അപ്പൊ ആരൊക്കെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കുന്നത് ടേൺ ഓവർ, ഏത് ബിസിനസ് ആണ് നടത്തുന്നത്, ഏത് തരം ട്രാൻസാക്ഷൻസ് ആണ്, ഇതിൻ്റെ ഒക്കെ ബേസിലാണ് നമ്മൾ രജിസ്റ്റർ ചെയ്യണോ വേണ്ടയോ തീരുമാനിക്കുന്നത്. അപ്പൊ അങ്ങനെ രജിസ്റ്റർ ചെയ്യണോ വേണ്ടയോ തീരുമാനിച്ചിട്ട് അയാൾ രജിസ്റ്റർ ചെയ്യേണ്ടതാണ് എന്ന് GST ആക്ട് പ്രകാരം വരുവാണെങ്കിൽ അയാൾ നമ്മൾ ടാക്സബിൾ പേഴ്സൺ എന്ന് തന്നെ പറയും, അയാൾ രജിസ്റ്റർ ചെയ്താലും ഇല്ലെങ്കിലും. ഇനി നെക്സ്റ്റ് നമ്മളോട് സ്കോപ്പിൽ പറഞ്ഞിരിക്കുന്നത് സപ്ലൈ ഷുഡ് ബി ടാക്സബിൾ സപ്ലൈ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്താ ടാക്സബിൾ സപ്ലൈ നോക്കാം. എ ടാക്സബിൾ സപ്ലൈ ഇസ് എ സപ്ലൈ ഓഫ് ഗുഡ്സ് സർവീസ് ഓർ ബോത്ത് ദാറ്റ് ഈസ് ചാർജബിൾ ടു ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് അണ്ടർ GST ആക്ട്. GST ആക്ട് പ്രകാരം നമ്മൾ ടാക്സ് ചാർജ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള എല്ലാ സപ്ലൈ ഓഫ് ഗുഡ്സും സർവീസസിനും നമുക്ക് ടാക്സബിൾ സപ്ലൈ എന്ന് പറയാം. ഫോർ എ സപ്ലൈ ടു അട്രാക്ട് GST, അപ്പം ഒരു സപ്ലൈ GST അടക്കേണ്ടതാണെന്ന് തീരുമാനിക്കുന്നത് സപ്ലൈ മസ്റ്റ് ബി ടാക്സബിൾ. അപ്പൊ അത് ടാക്സബിൾ ആയിട്ടുള്ള സപ്ലൈ, നമ്മൾ ടാക്സ് റേറ്റ് പഠിച്ചിട്ടുണ്ട്. അപ്പൊ അത് പ്രകാരം ടാക്സബിൾ ആണെങ്കിലാണ് അതിനെ നമ്മൾ GST പ്രകാരം ടാക്സ് അട്രാക്ട് ചെയ്യുന്നത്. ടാക്സബിൾ സപ്ലൈ ഹാസ് ബീൻ ബ്രോഡ്ലി ഡിഫൈൻഡ് ആൻഡ് മീൻസ് any supply of goods or service or both which is levied to tax under the act. അപ്പൊ നമ്മൾ ടാക്സിന്റെ
ജി എസ് ടിയുടെ സ്ട്രക്ചർ പഠിച്ചിട്ടുണ്ട്. അതിൽ നമ്മൾ ടാക്സ് റേറ്റ് പറഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ നമ്മൾ ജി എസ് ടിയുടെ ടാക്സ് റേറ്റ് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ കുറച്ച് ഐറ്റംസ് എടുത്ത് പറഞ്ഞിട്ടുണ്ട്, കുറച്ച് ഐറ്റംസ് ടാക്സ് ഇല്ലെന്ന് പറഞ്ഞിട്ടുണ്ട്, കുറച്ച് ഐറ്റംസ് നമ്മൾ ജി എസ് ടിയുടെ അണ്ടറിൽ വന്നിട്ടില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതല്ലാതെ ബാക്കിയുള്ളതിന് നമുക്ക് ടാക്സബിൾ സപ്ലൈ എന്ന് പറയാം. എക്സംഷൻസ് മേ ബി പ്രൊവൈഡഡ് ടു ദ സ്പെസിഫൈഡ് ഗുഡ്സ് ഓർ സർവീസ് ഓർ ടു സ്പെസിഫൈഡ് കാറ്റഗറി ഓഫ് പേഴ്സൺസ് entities making supply. അപ്പോൾ ചില സമയത്ത് നമ്മൾ എക്സെപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ചില ടൈപ്പ് ഓഫ് ഗുഡ്സോ സർവീസസിന് നമ്മൾ ടാക്സ് അടക്കേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ചില കാറ്റഗറി ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് അല്ലെങ്കിൽ എൻറ്റിറ്റീസ് ഓർഗനൈസേഷൻസിന് നമ്മൾ ടാക്സബിൾ അല്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊഴികെ ബാക്കിയെല്ലാം ടാക്സബിൾ സപ്ലൈ ആണ്. ബാക്കി ആര് നടത്തിയ സപ്ലൈ ആണെങ്കിലും നമുക്ക് അത് ടാക്സബിൾ സപ്ലൈ എന്ന് പറയാം. ഇനി സ്കോപ്പിൽ നമ്മൾ ലാസ്റ്റ് പോയിന്റ് സപ്ലൈ ഷുഡ് ബി മെയ്ഡ് വിത്തിൻ എ ടാക്സബിൾ ടെറിട്ടറി എന്ന് പറഞ്ഞിട്ടുണ്ട്. അതെന്താന്ന് നോക്കാം. For a supply to attract GST, the place of supply of any goods or service is determined based on section 10, 12, 11, 12, 13 of IGST Act and should be in India. നമ്മൾ പ്രത്യേകം അതിൽ പറഞ്ഞിരിക്കുന്നത് ടാക്സബിൾ ടെറിട്ടറി എന്ന് പറഞ്ഞിരിക്കുന്നത് വിത്തിൻ ഇന്ത്യ ആണ്, എക്സെപ്റ്റ് ഫോർ ദ സ്റ്റേറ്റ് ഓഫ് ജമ്മു ആൻഡ് കാശ്മീർ. ഇതിൽ നമ്മൾ ജമ്മു ആൻഡ് കാശ്മീർ ഇൻക്ലൂഡഡ് അല്ല, അവിടെ സെപ്പറേറ്റ് ആണ്. അതല്ലാത്ത ബാക്കിയെല്ലാം നമ്മുടെ ജി എസ് ടി ആക്ട് പ്രകാരം സപ്ലൈ ഇൻ ടാക്സബിൾ ടെറിട്ടറി എന്ന് പറഞ്ഞതിൽ ഇൻക്ലൂഡഡ് ആണ് IGST ആക്ട് പ്രകാരം. ഇനി നമുക്ക് കുറച്ച് ഇത്രയാണ് നമ്മൾ സ്കോപ്പ് ഓഫ് സപ്ലൈയിൽ പറയുന്ന കാര്യങ്ങളുള്ളൂ. ഇനി നമ്മൾ ഷെഡ്യൂൾ 3ൽ ഒരു കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. സ്പെസിഫിക് എക്സ്ക്ലൂഷൻസ്, കുറച്ച് ഐറ്റംസ് നമ്മളോട് എക്സ്ക്ലൂഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഫർദർ ഷെഡ്യൂൾ 3 ഓഫ് ദ CGST Act 2017 spells out activities which shall be treated neither as supply of goods nor as supply of services or outside the scope of GST. GSTയുടെ സ്കോപ്പിൽ ഇല്ലാത്തതും അതേപോലെ തന്നെ സപ്ലൈ ഓഫ് സർവീസ് അല്ലെങ്കിൽ സപ്ലൈ ഓഫ് ഗുഡ്സ് ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പാടില്ലാത്തതുമായ കുറച്ച് കാര്യങ്ങൾ പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. As per section 7 subsection 2A, the following matters shall be treated as neither supply of goods or സപ്ലൈ ഓഫ് സർവീസസ്. അപ്പോൾ അത് ഏതൊക്കെ ഐറ്റംസ് ഏതൊക്കെ കാര്യങ്ങളാണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ അതിൽ ഒന്നാമത്തെ പറയുന്നത് സർവീസ് ബൈ എൻ എംപ്ലോയി ടു ദ എംപ്ലോയർ ഇൻ ദ കോഴ്സ് ഓർ ഓഫ് ഇൻ റിലേഷൻ ടു എംപ്ലോയ്മെന്റ്. ഇപ്പോൾ ഒരാൾ ജോലി ചെയ്യുവാണ്, അയാൾക്ക് സാലറി ആണ് റിസീവ് ചെയ്യുന്നത്. ആ ഒരാൾ അയാളുടെ ജോലി ചെയ്യുന്നത് അത് സർവീസ് ആയിരിക്കാം അല്ലെ, പക്ഷെ എന്നാലും അതിനെ നമുക്ക് സപ്ലൈ ഓഫ് സർവീസ് എന്ന് പറയാൻ പാടില്ല. അത് ബിസിനസിന്റെ ഫെർദറൻസ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എന്നുവെച്ചാൽ അതിൽ അയാൾക്ക് റിസീവ് ചെയ്യുന്ന എമൗണ്ട് എന്ന് പറയുന്നത് സാലറി ആണ്, അല്ലാതെ പ്രോഫിറ്റ് അല്ല. അപ്പം അതിന് നമുക്ക് ബിസിനസ് റിലേറ്റഡ് ആണെന്ന് പറയാൻ പറ്റില്ല അല്ലേ. നെക്സ്റ്റ് സർവീസ് ബൈ എനി കോർട്ട് ഓർ ട്രൈബ്യൂണൽ. ഒരു കോർട്ട് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത് നമുക്ക് GST ആക്ട് പ്രകാരം ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. ദ ഫങ്ഷൻസ് പെർഫോംഡ് ബൈ എനി മെമ്പർ ഓഫ് പാർലമെന്റ്, MP അല്ലെങ്കിൽ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ, പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി ആൻഡ് അതർ ലോക്കൽ അതോറിറ്റീസ്, അവർ പെർഫോം ചെയ്യുന്ന എന്തെങ്കിലും സർവീസസ് ആണെങ്കിൽ അതിനെ നമുക്ക് GSTയുടെ അണ്ടറിൽ വരുന്നില്ല. The duties performed by any person as a chairperson or member or director in a body established by central government. സെൻട്രൽ ഗവൺമെന്റ് പല ബോഡി എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്, കൗൺസിലുകൾ പോലെ. അതിലുള്ള ചെയർപേഴ്സൺ, മെമ്പർ, ഡയറക്ടർ ഇവരൊക്കെ ചെയ്യുന്ന ഡ്യൂട്ടീസ്, ആ ഡ്യൂട്ടി ചെയ്യുന്നതിന് നമുക്ക് എന്തായിട്ട് പറയാൻ പറ്റില്ല, ടാക്സബിൾ ആയിട്ടുള്ള ഒരു സർവീസ് ആണെന്ന് പറയാൻ പറ്റില്ല. Who is not deemed as an employee before the commencement of this clause. Who is not deemed as an employee before the commencement of this clause. അപ്പോൾ ഈ ക്ലോസ് പ്രകാരം നമ്മൾ സാധാരണ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, എംപ്ലോയർ ആയിട്ടുള്ള സമയത്ത് നമ്മൾ ചെയ്യുന്ന സർവീസ് ഓൾറെഡി നമ്മൾ ടാക്സബിൾ അല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. ടാക്സബിൾ അല്ല എന്നല്ല, സപ്ലൈ ഓഫ് സർവീസ് എന്ന കാറ്റഗറിയിൽ വരില്ല, അല്ലെ സപ്ലൈ ഓഫ് ഗുഡ്സ് എന്ന കാറ്റഗറിയിൽ വരുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഈ ആക്ട് വരുന്ന സമയത്ത് അതൊരു എംപ്ലോയർ റിലേഷൻഷിപ്പ് ആയിട്ട് ട്രീറ്റ് ചെയ്തിട്ടില്ലെങ്കിലും ആ പറഞ്ഞിരിക്കുന്ന ചെയർപേഴ്സൺ, മെമ്പർ, ഡയറക്ടർ അവരുടെ ഒക്കെ സർവീസസ് നമുക്ക് ഇവിടെ സപ്ലൈ ഓഫ് സർവീസ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നില്ല. സർവീസ് ഓഫ് ഫ്യൂണറൽ, ബറിയൽ, ക്രിമറ്റോറിയം ഓർ മോർച്ചറി ഇൻക്ലൂഡിങ് ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഡിസീസ്ഡ്. പിന്നെ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ അതിന്റെ സംസ്കാരമൊക്കെ നടത്തുന്നില്ലേ, അങ്ങനെയുള്ള സർവീസസ് ഉണ്ടാവും. അതിന്റെ ട്രാൻസ്പോർട്ടേഷനും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് അത്രയും കാര്യങ്ങൾ നമ്മൾ ഇവിടെ സപ്ലൈ ഓഫ് സർവീസ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നില്ല. സെയിൽ ഓഫ് ലാൻഡ്, സെയിൽ ഓഫ് ബിൽഡിംഗ് ആഫ്റ്റർ ദ ഇഷ്വറൻസ് ഓഫ് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ്. അതേപോലെ തന്നെ നമ്മൾ സെയിൽ ഓഫ് ലാൻഡും സെയിൽ ഓഫ് ബിൽഡിങ്ങും ഇതിനൊന്നും നമ്മൾ എന്തായിട്ട് പറയുന്നില്ല, നമ്മളെ സപ്ലൈ ഓഫ് സർവീസസ്, സപ്ലൈ ഓഫ് ഗുഡ്സ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നില്ല. ഓപ്ഷനബിൾ ക്ലെയിം അതർ ദാൻ ലോട്ടറി, ബെറ്റിംഗ് ആൻഡ് ഗാംബ്ലിംഗ്. അതേപോലെ തന്നെ ലോട്ടറിയും ബെറ്റിംഗ് ഗാംബ്ലിംഗ് എല്ലാത്തരം ഓപ്ഷണൽ ക്ലെയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈപ്പ് ഓഫ് ഡെറ്റ് പോലെയുള്ള ഒരു പൈസ കളക്ട് ചെയ്യേണ്ട സിറ്റുവേഷൻ വരുന്നത്, അതിനൊന്നും നമ്മൾ എന്തായിട്ട് ട്രീറ്റ് ചെയ്യുന്നില്ല,
ഇവിടെ സപ്ലൈ ഓഫ് സർവീസോ അല്ല സപ്ലൈ ഓഫ് ഗുഡ്സ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നില്ല. certain categories of activities or transactions undertaken by the central government, state government or any local authority in which they are engaged as public authorities as may be specified by central or state government based on the recommendation of GST Council shall be treated neither as supply of goods or nor as supply of services. അതേപോലെ തന്നെ GST കൗൺസിലിന്റെ നിർദ്ദേശപ്രകാരം ഏതെങ്കിലും ഒരു അതോറിറ്റി നമ്മളെ സ്റ്റേറ്റ് ഓർ സെൻട്രൽ ഗവൺമെന്റിന്റെ അവർ സ്പെസിഫൈ ചെയ്തിരിക്കുന്ന അവരുടെ GST കൗൺസിൽ റെക്കമെൻഡേഷൻ പ്രകാരം പ്രവർത്തിക്കുന്ന ഏതെങ്കിലും കാറ്റഗറീസ് ഓഫ് ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ട്രാൻസാക്ഷൻസ് സെൻട്രൽ ഗവൺമെന്റോ സ്റ്റേറ്റ് ഗവൺമെന്റോ അണ്ടർടേക്ക് ചെയ്യുന്ന അത് നമ്മുടെ സപ്ലൈ ഓഫ് സർവീസിന്റെ അകത്ത് വരില്ല. അപ്പൊ ഇത്രയാണ് നമുക്ക് സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസിന്റെ അണ്ടറിൽ വരാത്തതെന്ന് സ്പെസിഫിക്കലി നമുക്ക് ഷെഡ്യൂൾ 3 CGST ആക്ടിൽ എടുത്തു പറഞ്ഞിരിക്കുന്ന ഐറ്റംസ്. അപ്പൊ ഇന്ന് നമ്മൾ പഠിച്ചിരിക്കുന്ന എന്താണ് സപ്ലൈ എന്ന് പഠിച്ചു. ഇനി ഈ സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസ് ഓർ ബോത്ത് എന്നുള്ളതിന്റെ സ്കോപ്പിൽ വരുന്ന കുറച്ച് ഐറ്റംസ് ആണ് പഠിച്ചത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ വരുന്നത് ഡീംഡ് സപ്ലൈ വരുന്നുണ്ട്, സപ്ലൈ ഫോർ കൺസിഡറേഷൻ വരുന്നുണ്ട്, പിന്നെ നമ്മുടെ സപ്ലൈ മെയ്ഡ് വിത്തൗട്ട് കൺസിഡറേഷൻ വരുന്നുണ്ട്, അതേപോലെ തന്നെ സപ്ലൈ ഇൻ ദ കോഴ്സ് ഓഫ് ഫെർദറൻസ് ഓഫ് ബിസിനസ്, സപ്ലൈ ബൈ എ ടാക്സബിൾ പേഴ്സൺ, ടാക്സബിൾ സപ്ലൈ, പിന്നെ സപ്ലൈ ഇൻ ദ ടാക്സബിൾ ടെറിട്ടറി. ഇത്രയാണ് മെയിൻ ആയിട്ട് നമ്മൾ സപ്ലൈയുടെ സ്കോപ്പിൽ വരുന്ന ഐറ്റംസ്. ഇനി നമ്മൾ ഒരു കാര്യം കൂടി പഠിച്ചിട്ടുണ്ട്, സ്പെസിഫിക് ആയിട്ട് നമ്മൾ സപ്ലൈ ഗുഡ്സ് ഓർ സർവീസ് സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസ് ആയിട്ട് ട്രീറ്റ് ചെയ്യാത്തത് ഐറ്റംസ് വിച്ച് ആർ നോട്ട് ടു ബി ട്രീറ്റഡ് ആസ് സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് അണ്ടർ ഷെഡ്യൂൾ 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഈ ഐറ്റംസ് തന്നെയാണ് എഴുതേണ്ടത്. അതാണ് നമ്മൾ സ്പെസിഫിക് എക്സ്ക്ലൂഷൻസ് പറഞ്ഞിട്ട് എഴുതിയിരിക്കുന്നത്. ഇപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മൾ സപ്ലൈ ഓഫ് ഗുഡ്സോ സപ്ലൈ ഓഫ് സർവീസ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നില്ല. അപ്പം ഇത്രയാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. അപ്പം ഇതുവരെയുള്ള എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരയ്ക്കും ഹാപ്പി ലേണിംഗ്.